താങ്കൾക്ക് ഭാരതത്തിന്റേതായ ബിംബങ്ങളോടെല്ലാം പുച്ഛവും. ഭാരതത്തിന്റേതായ ബിംബങ്ങളല്ലെന്നേ, ഇത് ആർഎസ്എസിന്റെ ബിംബങ്ങളല്ലേ? ഞാൻ അതാ ചോദിച്ചത്. ആ ഗാനത്തിനകത്ത് ആ കുട്ടികൾ പാടിയിട്ടുള്ള ആ ഗാനത്തിനകത്ത് എവിടെയാണ് RSSനെ പ്രകീർത്തിക്കുന്നത്? RSS പാടുന്ന പാട്ടുകളെ ഭാരതാംബയുടെ പാട്ടുകളായി ചിത്രീകരിച്ച് പാടുന്നതിലാണ് പ്രശ്നം. പാലസ്തീന് വേണ്ടി സംസാരിക്കാം, പക്ഷെ സ്വന്തം രാജ്യത്ത് നിങ്ങൾ ചവിട്ടി പരസ്പര വിരുദ്ധമായ ചേരാത്ത ചേരുവകളിൽ ഈ കാര്യത്തെ പ്രതിരോധിക്കുകയാണ്. BJP നേതാവ് S. നന്ദു നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ നന്ദു, BJPയുടെ ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയതായി എത്തുന്നത് ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് RSSന്റെ ഗണഗീതം പാടുന്നു, കുട്ടികളെ കൊണ്ട് പാടിക്കുന്നു. എന്നിട്ടത് ഔദ്യോഗികമായി റെയിൽവേയുടെ പോസ്റ്റ് ചെയ്യുകയാണ്, ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അത് ദേശീയ ഗാനം പാടുന്നു എന്ന നിലയിൽ ഇത് ശരിയാണോ? വലിയ വിമർശനത്തിനിടയാകുന്നു ഇപ്പോൾ. അല്ല, അതിനകത്ത് അത് RSS ഗണഗീതമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അത് RSSന്റെ മാത്രം ഗണഗീതമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് ആദ്യമേ തന്നെ ഞാൻ ആ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം അതിനകത്ത് ഒരിടത്തും RSSന്റെ ഏതെങ്കിലും ബിംബങ്ങളെ ഉയർത്തിക്കാട്ടാനോ അല്ലെങ്കിൽ RSSന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ ഉയർത്തിക്കാട്ടാനോ അല്ല ആ ഗീതത്തിൽ ആകമാനം ശ്രമിക്കുന്നത്. ആ ഗീതം പാടുന്നത് തന്നെ ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട്, ഭാരതത്തിന്റെ യശസ്സിനെ കുറിച്ച്, ഭാരതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ അത് ദേശീയ ഗാനത്തിന്റെ പദവിയിൽ എത്തിയിട്ടുണ്ടോ? ദേശീയ ഗാനം എന്നല്ലല്ലോ പറഞ്ഞത്. ദേശീയതയെ പ്രജ്വലിപ്പിക്കുന്ന എല്ലാ ഗാനങ്ങളും ദേശീയ ഗാനമായി തന്നെയാണ്. പക്ഷേ റെയിൽവേ പിൻവലിച്ച ആ പോസ്റ്റിൽ ദേശീയ ഗാനം പാടുന്ന കുട്ടികൾ എന്നാണ് അടയാളപ്പെടുത്തിയിരുന്നത്. അല്ല, അതിനകത്ത് നമ്മളതിനെ കാണേണ്ടത് ദേശീയ ഗാനം എന്നുള്ള നിലയിൽ അത് എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആവാം. എനിക്കതിനെ കുറിച്ച് കൃത്യമായ ജ്ഞാനമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്തരം ദേശഭക്തി ഗാനങ്ങളെ, ആ ദേശഭക്തി ഗാനങ്ങളുടെ അന്തസത്തയെ മനസ്സിലാക്കുന്നതിന് പകരം അത്തരം ദേശീയ ബിംബങ്ങളെയും ദേശീയ സംസ്കാരത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് കളിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ദേശസ്നേഹം RSS ഈ രാജ്യത്തിന് പഠിപ്പിക്കേണ്ട. ഗാനം പാടിയാൽ പ്രശ്നം, ഭാരതത്തിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ. അപ്പോ അല്ല, താലിബാനെ വാഴ്ത്തിയത് ആരാണ്? താലിബാനെ ഇവിടെ കൊണ്ടുവന്ന് ഭാരതം എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ദേശത്തിന് വിരുദ്ധമായി ഇവിടെ ഓർമ്മയില്ലേ കാണ്ഡഹാറിൽ ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോയത് ഓർമ്മയില്ലേ? അല്ലല്ല ആങ്കറേ, അങ്ങനെയാണെങ്കിൽ പാലസ്തീന്റെ കഫിയ ധരിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനവും ഒക്കെ നടത്തുന്നത് ഭാരതത്തിനകത്ത് നല്ലതാണ്. അത് ഇന്ത്യയുടെ പാരമ്പര്യവുമായി യോജിക്കുന്നതാണ്. കുറിച്ച് പാടാൻ പാടില്ല. അല്ല, ഇന്ത്യയുടെ പാരമ്പര്യവുമായി യോജിക്കുന്നതാണ്. പാടില്ല, ഭാരതാംബ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. അല്ല, ഭാരതീയ സങ്കല്പങ്ങളെ പാലസ്തീന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗോഗോ വിളിക്കാം, പാലസ്തീന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് ഇവിടെ പ്രചരിപ്പിക്കാം. പാലസ്തീനെ കുറിച്ച് പറഞ്ഞാൽ അതെല്ലാം നല്ലത്. പലസ്തീനെ അംഗീകരിച്ച അപൂർവം രാജ്യങ്ങളിൽ ലോകത്ത് പലസ്തീൻ എല്ലാ കാലവും ആദ്യഘട്ടത്തിൽ അംഗീകാരം നൽകിയ അപൂർവം രാജ്യങ്ങളിൽ ലോകത്തുള്ളതാണ് ഇന്ത്യ. യാസർ അറാഫത്ത് എന്ന അബു അമ്മാർ പലസ്തീൻ്റെ നേതാവിനെ ഇന്ത്യയുടെ സഹോദരൻ എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ സഹോദരൻ, ആ അർത്ഥത്തിലൊരു പൈതൃകമുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ അടികൊള്ളുന്നു, മരിച്ചു വീഴുന്നു എന്നറിയുമ്പോൾ ഒരു ലോക പരിപ്രേക്ഷ്യമുള്ള കേരളത്തിൽ അവരുടെ കഫേ ധരിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നതിന് എന്താണ് പ്രശ്നം? അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ആ രീതിയിലാണോ ചിന്തിക്കേണ്ടത്? സംഘപരിവാർ വൽക്കരണത്തെയും അതിന്റെ കാര്യങ്ങളെ ആ രീതിയിലാണോ? ഒരു മിനിറ്റ്, താങ്കൾ ദയവായി തുടരൂ. ലാൽകുമാർ എന്തോ പറയുന്നു താങ്കളോട് തന്നെ. അല്ല, തുടരൂ, താങ്കൾ തന്നെ തുടരണം. ഉടനെ ലാൽകുമാറിലേക്കല്ലോ പോകേണ്ടത്. എനിക്കതിന് മറുപടി പറയാനുള്ള അവസരം ചോദ്യം മാത്രം അതിനകത്ത് താങ്കൾ ഇപ്പൊ പറഞ്ഞ ലാൽകുമാറിന് ഒരു ചോദ്യമുണ്ട്, താങ്കളുടെ പ്രതികരണം അപ്പൊ സമഗ്രമാവും. അല്ല, ആദ്യം ആങ്കർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ പ്രശ്നമാണ്. താങ്കൾക്ക് ഭാരതത്തിന്റേതായ ബിംബങ്ങളോടെല്ലാം പുച്ഛവും. ഭാരതത്തിന്റേതായ ബിംബങ്ങളല്ലെന്നേ, ഇത് RSSന്റെ ബിംബങ്ങളല്ലേ? ഞാൻ അതാ ചോദിച്ചത്. ആ ഗാനത്തിനകത്ത് ആ കുട്ടികൾ പാടിയിട്ടുള്ള ആ ഗാനത്തിനകത്ത് എവിടെയാണ് RSSനെ പ്രകീർത്തിക്കുന്നത്? എവിടെയാണ് RSSന്റെ ഏതെങ്കിലും ഒരു നേതാവ്? അവർ പാടിയിരിക്കുന്നത് ഭാരതാംബയെ കുറിച്ചാണ് പാടിയിരിക്കുന്നത്.
ആ ഭാരതാംബയെ കുറിച്ചും ഭാരതത്തിന്റെ സവിശേഷമായിട്ടുള്ള ഭാരതത്തിന്റേതായ പൈതൃകങ്ങളെ കുറിച്ചും പാടുമ്പോ അതെല്ലാം നിങ്ങൾക്ക് തെറ്റാണ്. നിങ്ങൾ പാടുന്ന പാട്ടുകളെ ഭാരതാംബയുടെ പാട്ടുകളായി ചിത്രീകരിച്ച് പാടുന്നതിലാണ് പ്രശ്നം. ഞാനൊരൊറ്റ കാര്യം നന്ദുവിനോട് ചോദിക്കുന്നു. നന്ദുവിന് പറയാമോ? നന്ദു ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ പറഞ്ഞല്ലോ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മൾ ശ്വസിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും BJP-കാരനായാലും ശ്വസിക്കുന്നത് ഈ ഭാരതത്തിന്റെ വായുവാണ്. നമ്മൾ ചവിട്ടി നിൽക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും CPM-കാരനായാലും BJP-കാരനായാലും ചവിട്ടി നിൽക്കുന്നത് ഈ ഭാരതാംബയിലാണ്. ഈ ഭാരതാംബയുടെ മടിത്തട്ടിലാണ് ചവിട്ടി നിൽക്കുന്നത്. നമ്മൾ അന്നം കഴിക്കുന്നത് അത് ഉണ്ടാവുന്നത് ഈ ഭാരതാംബയുടെ മടിത്തട്ടിൽ നിന്നാണ്. കർഷകർ പണിയെടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ചവിട്ടിക്കൊന്ന, നിങ്ങൾ വണ്ടി കയറ്റിക്കൊന്ന കർഷകർ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നത്. താങ്കൾക്ക് പാലസ്തീനിലെ പാലസ്തീൻ വിടൂ, അത് മറ്റൊരു രാജ്യമല്ലേ. ലോക രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പ്രതിഫലിക്കും. അങ്ങനെ പലസ്തീനും പ്രതിഫലിക്കും. അതിനപ്പുറത്തേക്ക് പറയണ്ട. ഞാനൊരൊറ്റ കാര്യം ചോദിക്കുന്നു. നന്ദു, താങ്കൾ പറഞ്ഞല്ലോ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരങ്ങളിലടക്കം പോരാടി മരിച്ച ഒരു കൂട്ടം രക്തസാക്ഷികളുണ്ട്. അവരിലെങ്ങാനും ഒരു RSS നേതാവിനെ കാട്ടിത്തരാമോ എന്നിരിക്കെ നിങ്ങൾ ഞങ്ങളെ രാഷ്ട്രസ്നേഹം പഠിപ്പിക്കേണ്ട. ഞാൻ ചോദിക്കുന്നത് നന്ദു ഒരൊറ്റ കാര്യം. KSRTC-യുടെ ബസ്സിന്റെ ഉദ്ഘാടനം, ആ ഉദ്ഘാടനത്തിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ ഒരു ഗാനം പാടി ഉദ്ഘാടനം ചെയ്യുന്നു. അത് ഈ കേരളത്തിൻ്റെ ദേശീയ ഗാനമാണ് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഗാനമാണെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് KSRTC ഇട്ടാൽ എന്തായിരിക്കും നന്ദുവിൻ്റെ അഭിപ്രായം? ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. ഇതിന് മറുപടി പറയൂ. താങ്കളുടെ ചോദ്യം തന്നെ തെറ്റിദ്ധാരണാജനകമാണ്. അവിടെ താങ്കൾ ഇതിനെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇതെന്തോ RSS-ന്റെ ഗീതമാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് RSS-ന്റെ ഗീതമല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതിനകത്ത് RSS-നെ പുകഴ്ത്തുന്നതായിട്ടോ അല്ലെ RSS-ന് വലിയ, ഞങ്ങൾ ഇതിനെ ഗീതമായിട്ട് ഉപയോഗിക്കും. ഞങ്ങൾ എല്ലാ ദേശഭക്തി ഗീതങ്ങളെയും ഞങ്ങളുടെ ശാഖകളിൽ പാടാറുണ്ട്. ഞങ്ങൾക്ക് ദേശപ്രചോദനമായിട്ടുള്ള ഞാൻ പറഞ്ഞോട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഞങ്ങൾ ദേശപ്രചുരമായിട്ടുള്ള എല്ലാ ഗീതങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ശാഖയിൽ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഈ ഗീതത്തിൽ തന്നെ ഭഗത് സിംഗനും ഝാൻസിയും ഇവിടെ പ്രഭാത ഭേരി മുഴക്കുന്നു, അങ്ങനെ ഒരു വരിയുണ്ട്. ഭഗത് സിംഗൻ നിങ്ങൾ DYFIയുടെ പരിപാടികളിൽ നിങ്ങൾ ഫ്ലക്സുകൾ വെക്കാറില്ലേ? ആ ഭഗത് സിംഗ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് 23-ാം വയസ്സിൽ സ്വന്തം ജീവിതം, സ്വന്തം യൗവനം കാൽക്കൽ വെച്ച, ഭാരതാംബയുടെ മടിത്തട്ടിൽ വെച്ച ആ ഭഗത് സിംഗിനും ആ ഗീതത്തിനകത്തുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ്. കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാരതാംബയുടെ വാക്ക് കേൾക്കുമ്പോഴും പദം കേൾക്കുമ്പോഴും നിങ്ങൾക്ക് വരുന്ന ഈ അലർജിക്ക് പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇത്രയങ്ങ് അതിന്റെ കാരണമാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. അതിന്റെ കാരണമാണ് പാലസ്തീന് വേണ്ടി സംസാരിക്കാം, പക്ഷെ സ്വന്തം രാജ്യത്ത് നിങ്ങൾ ചവിട്ടി പരസ്പര വിരുദ്ധമായ ചേരാത്ത ചേരുവകളിൽ ഈ കാര്യത്തെ പ്രതിരോധിക്കുകയാണ് നന്ദു. അത് BJP ആകമാനം ചെയ്യുന്നു.